ഈ ട്രക്ക് എടുക്കല്ലേ? എന്തൊക്കെ ആൾക്കാരുടെ ചാറ്റില്. ഹലോ എന്താ എടാ, അപ്പൊ നമുക്ക് അടുത്ത ലോഡ് വീണ്ടും പോയി എടുക്കണം. എവിടുന്നായിരുന്നു നമ്മൾ ലോഡ് എടുത്തതെന്ന് ഓർമ്മയുണ്ടോ? ഈ ലോഗിലെന്നല്ലേ? ആ, ഈ ലോഗിൽ നിന്നാണ് നമ്മൾ എടുത്തത്. സ്റ്റീവ് വന്നില്ല, അവനെ ഒന്ന് വിളിച്ചു നോക്കിയേ. ഇല്ലില്ല, അവനെ വിളിച്ചായിരുന്നു. വിളിച്ചിട്ട് ഫോൺ എടുത്തായിരുന്നു. ഒരു തടി മിസ്സാണല്ലോ. ഒരു തടി മിസ്സല്ല, കറക്റ്റ് ആയിട്ട് കൊണ്ടിറക്കി കൊടുത്തത്. മനസ്സിലായ? നമ്മള് വന്ന വഴി തന്നെ പോണു. ഞാൻ ഇവിടെ ചാറ്റ് നോക്കിയതാ. വണ്ടി എടുത്തോണ്ട് പോണം. ഡ്രൈവർ മാറി. മ്യൂട്ട് ചെയ്തല്ല, ടേക്ക് ഓവർ ചെയ്യുക. ഡ്രൈവർ ഇസ് ബാക്ക്. പുതിയ ഡ്രൈവറിന് കോൺട്രാക്ട് കൊടുത്തിട്ടില്ല, പൈസ ഇല്ലട്ടോ. കോൺട്രാക്ട് ലൈസൻസ് പോലും കൊടുക്കാനുള്ള പ്രായമായിട്ടില്ല. ഇൻഷുറൻസ് കിട്ടൂല്ലേ വണ്ടി എവിടെയെങ്കിലും പോയാ? എന്റെ അടുത്ത് പൈസ വെച്ച് വരില്ലോ, കോൺട്രാക്ട് വന്നിട്ടില്ല. എന്ത് ഇന്നീർ വേണോ? ദേവിടെ സ്ട്രീം ചെയ്യട്ടെ ബ്രോ. മാറ് മോനെ, ഫ്യൂവൽ ഇല്ല. അൺലോക്ക് ചെയ്ത വണ്ടി എടുക്കണോ? എടാ, അൺലോക്ക് ചെയ്ത വണ്ടി എടുത്താലുള്ള പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അത് ഗരാജിൽ കൊണ്ടുപോയി നമുക്ക് ലോഗ് വെക്കണം. അല്ലാതെ മറിഞ്ഞു കേട്ടോ, വണ്ടി മറിഞ്ഞേ. അൺലോക്ക് ചെയ്ത വണ്ടി എടുക്കാം. വെയിറ്റ്. ഇതിന്റെ രാത്രി മുട്ട ശോകമാണ്. ഇക്ക ഇത് ഏത് ഗെയിമാണെന്നാ? ഇക്ക അത് ചില സ്ഥലത്ത് അങ്ങനെ ഈ ആൾക്കാരെ ഇക്കാന്ന് വിളിക്കുമല്ലേ, അങ്ങനെ വിളിച്ചായിരിക്കും. ഒരേ ഇതാണ് മഡ് റണ്ണർ. എടാ, ആ ട്രക്ക് കൊള്ളാലോടാ. ഈ ട്രക്ക് എടുക്കല്ലേ? ഈ ട്രക്കിലോട്ട് എങ്ങനെ മാറുന്നേ? മാറി. സൗണ്ട് കിട്ടോ? എന്തോ വലിയ സാധനമാണല്ലോ ഇത്. സ്പീഡ് ഉണ്ടോ ഇതിന്? സെക്കൻഡ് കിട്ടിയാണ് കേട്ടാ. ഫ്യൂലും കൂടുതലുണ്ട്. ഒരു സോക്കൊക്കെ ഇട്ട് പോവാ. എന്താ പിന്നല്ലാതെ പകലായി. പക്ഷെ ഓഫ് റോഡ് പെർഫോമൻസ് കുറവാട്ടാ. അല്ലടാ, കേറി പോകണ്ടോ? നമ്മൾ ഇതുവഴിയല്ലേ വന്നത്? അല്ലേ? സൂപ്പർ സെക്കൻഡ് ഇട്ടേ തോന്നുന്നു. എടാ, ഇത് ലോഡ് ഇല്ലാത്തോണ്ടാണ് ഇങ്ങനെ പോണത്. ലോഡ് ഉണ്ടെങ്കിൽ ഇത് ഇങ്ങനെ തന്നെ ഇരിക്കും. എല്ലാത്തിന്റെ ഒരേ അപ്പി ഹോണാട്ടാ. നീ അപ്പിടുമ്പോ ഹോൺ അടിക്കും. അളിയൻ കുളത്തിന് പരുത്തിട്ട് ചിലപ്പോഴൊക്കെ ടൂറിസ്റ്റ് ബസ്സിലൊക്കെ ഉള്ളവരെ. അശാൻ മുഹമ്മദ് ബ്രോ, താങ്ക് യു സോ മച്ച് ഫോർ ദ 20. ഇതിലൊന്നും എനിക്ക് റിപ്ലൈ പോലും പറയാം. 3 ഡാമേജ്. ഹലോ, കളി കാണുന്നുണ്ടല്ലോ അല്ലേ? ഡാമേജ് ആണ് അളിയാ. ഇത് ഇതിനകത്ത് പോവില്ല. പടഞ്ഞ് ടയർ പടഞ്ഞ്.
പിണഞ്ഞ ഞാൻ അതിന്റെ ഇടയ്ക്ക്. തിരിച്ചു വരി. മോനെ നമ്മൾ കുറേ നാളായില്ലേ വണ്ടി ഓടിക്കുക, നമ്മൾ ഇതൊക്കെ എടുക്കും ഈസി ആയിട്ട്. അപ്പുറത്താണ് എത്തിയേ അമ്മരെ പോയെന്നാ. വണ്ടിയുടെ ഓണർ സൂപ്പർ ചാറ്റ്. വണ്ടിയുടെ ഓണർ മോനെ മര്യാദക്ക് ഓടിക്ക്, ഡാമേജ് വന്നാൽ സാലറി കട്ട്. ഓക്കെ വണ്ടിയുടെ ഓണറെ. ഇന്നലെ ഇത് ബ്രാവോ ലൈവ് ആയിരുന്നേ, ഡെവലപ്പിംഗ് എന്ന് പറഞ്ഞോണ്ട്. എന്നിട്ട് പാവപ്പെട്ട അഡ്മിൻ ആണെങ്കിൽ ഡിസ്കോഡ് ലൈവ് ഇട്ട് ഇരുന്ന് ചെയ്തോണ്ടിരിക്കുന്നു. അവനൊന്നും പറയാതെ ലൈവ് ഇട്ടോണ്ട് ചെന്ന് അവന്റെ ഡിസ്കോഡിൽ കയറിയിട്ട് ആ ഡിസ്കോഡില് ലൈവ് എടുത്ത് ഓപ്പൺ ആക്കി ആ സെർവർ IP എല്ലാവർക്കും കാണിച്ചു കൊടുത്തു 600 ഇങ്ങനെ കാരണമാണ് ഈ സെർവർ ഇങ്ങനെ ആയി പോയത്. ഞാൻ പറഞ്ഞില്ലേ, രാംപകലില്ലാതെ അവരെന്തേലും ഒക്കെ പണിത് വെക്കും. പുള്ളി വൈകുന്നേരം ചെന്നിട്ട് ആ ഇപ്പൊ എക്സാമ്പിൾ ഒരു വണ്ടി പണിയണമെന്ന് വിചാരിച്ചു, ആ വണ്ടിയുടെ എല്ലാം പണിത് വെക്കുമ്പോൾ വൈകുന്നേരം പുള്ളി പോയി 2 സ്ക്രൂ മാറ്റി അപ്പുറം ഇപ്പുറം ഊരി വെക്കും. അതായിരിക്കും അവസാനം പ്രശ്നമായിട്ട് വരാൻ പോണത്. പുള്ളിയുടെ സ്ഥിരം പരിപാടി ഇത്. എടാ താൻ ലോഡ് ഇറക്കിയതിൽ ഒന്ന് പ്ലാവാണല്ലോ. പ്ലാവോ? നല്ല A ക്ലാസ് ചന്ദനം പ്ലാവാ. നമ്മള് ചെക്ക് ചെയ്താ കൊണ്ടു തന്നത്. ആ ഉടായ്പ കയ്യിൽ വെച്ചാൽ കേട്ടാ. പുഷ്പയുടെ കയ്യിൽ പോലും ഇല്ലാത്ത ഗ്രേഡ് സാധനമാണ് ഞാൻ അവിടെ എത്തിച്ചത്. പ്ലാവെന്ത് കൊള്ളാൻ. ഒരു തടി നീ മറിച്ചല്ലേ? വന്നോ? ചാറ്റിലുണ്ടോ? എടാ എനിക്ക് നിങ്ങളുടെ ലൈവ് വാച്ചിങ് ഒന്നും കാണിക്കുന്നില്ല. നിങ്ങക്ക് കാണിക്കുന്നുണ്ടോ? 5255. എല്ലാവർക്കും വെൽക്കം ക്രിസ്ത്യാൻ ബ്രോ, താങ്ക് യു സോ മച്ച് 100 വെൽക്കം ടു സ്ട്രീം. കുറച്ച് എടാ ഈ വണ്ടി നമ്മൾക്ക് ഇതിന് വീലിന്റെ വലുപ്പം മാത്രമേ ഉള്ളൂ. ഇപ്പൊ മനസ്സിലായില്ല കേസ്, വലുപ്പത്തിലല്ല കാര്യം, പെർഫോമൻസിലാണ് കാര്യം. മനസ്സിലായോ എന്താ എന്താ ഇത് ഗറാജ് ലോക്ക്ഡാ. എല്ലാത്തിലും ഈ ഡബിൾ മീനിങ് ചിന്തിക്കുന്ന ആൾക്കാരുടെ അടുത്ത് എനിക്ക് ഒന്നും പറയാനില്ല കേസ്. എനിക്ക് ഇവരുടെ മോർ ഗറാജ് പോയിന്റ്സ് റിക്വയർഡ് ടു ആക്സസ് ദിസ് ഗറാജ്. എടാ നമുക്ക് വേറെ ഗറാജിൽ പോയിട്ട് ഇതിനകത്ത് ലോഗ് വെക്കണോടാ, എന്നാലേ പറ്റുള്ളൂ. വേറെ ഗറാജ് എവിടെ ഉണ്ട് അടുത്ത്? ഇത് ഗറാജ് ഒന്നും ഇല്ല. പഴയ ഗരാജിൽ പോവാലോ നേരത്തെ. അല്ലല്ല, ഞാനൊരു കാര്യം പറയട്ടെ. 3, 2, 1 ഓഗ്രി കുട്ടിച്ചാത്ത, ഓഗ്രി കുട്ടിച്ചാത്ത, ഓഗ്രി കുട്ടിച്ചാത്ത. ഗറാജിലെത്തി. വാവ് അമേസിംഗ്. താങ്ക് യു. മറ്റേ വണ്ടി ഒന്ന് എന്നെയും കൂടെ ഒന്ന് ടെലിപ്പോർട്ട് ചെയ്യോ? വട്ടത്തടി ഇറക്കിയിട്ട് ചന്ദനാണെന്ന് കള്ളൻ. അത് കിടിലം ക്വാളിറ്റി സാരം, മനസ്സിലായ? മാപ്പിൽ റോഡ് ലോക്കാക്കിയിട്ട് കാണിക്കുന്ന അതിലൂടെ പോവാന്നോ? മാപ്പിൽ റോഡ് ലോക്കായിട്ടാ കാണിക്കുന്ന അതിലൂടെ പോവാം. എന്നാലും വണ്ടിക്ക് ഫ്യൂല് വേണ്ടേ പെർഫോമൻസിന്. അത് ശരിയാണ്. ലോക്ക് കാരിയർ അൺഅവൈലബിൾ. ലോക്ക് കാരിയർ ഇതിനകത്ത് പറ്റൂലടാ. തടി കൊണ്ടുപോകണമെങ്കിൽ അത് വേണം. എടാ ഈ വണ്ടി പിന്നെ എന്തിനാണ് നമ്മൾ കൊണ്ടുവന്നേ? ഈ വണ്ടിക്കകത്ത് പറ്റൂല മോനെ. എൻ്റെ പേഴ്സ് വണ്ടിയിലുണ്ട്, അതിങ്ങ് തന്നേക്ക്. വണ്ടിയുടെ ഓണറിന്റെ ഭാര്യ. ചേച്ചി ഞാൻ വൈകിട്ട് എത്തിക്കാം. മുതലാളിയും വരണോ? എന്താ നിനക്ക് എന്താ തോന്നുന്നു? കമ്പനിക്ക് ഓർമ്മയുണ്ടോ? ഒരു വോൾവോ ട്രക്ക് വാങ്ങി തരട്ടെ? മുകേഷ് അംബാനി സാർ, താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. വേണ്ട, ഞാനിപ്പോ ഇതിൽ സന്തുഷ്ടവാനാണ്. എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല. താങ്ക് യു സോ മച്ച് വന്ന. ചന്ദന കടത്തിൽ ഞാൻ ജയിലിൽ കയറേണ്ടി വരും. ഐ എം ട്രാപ്ഡ്. വണ്ടിയുടെ ഓണർ. എന്തൊരു പറയാ, അങ്ങേര് തന്നെയല്ലേ ഇതൊക്കെ ലോഡ് അടിക്കാൻ പറയണേ. അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഗൈസ്, അപ്പൊ ഇത് ഈ വണ്ടി നോക്കിയോളാം. ചില്ലറ അല്ലേ അത്? അളിയ ഞാൻ ഇപ്പൊ ഒരു കാര്യം പറയട്ടെ.
ഈ ലംബറിലും 3 ഡെലിവറി ചെയ്തിട്ടുള്ളൂ. ഇവിടെ ഒരു K700 കിടക്കണം. ഇത് ഏത് വണ്ടിയാ? ഇതെന്ത് കാറ്റർപില്ലർ? ഹലോ അല്ലെ റോഡ് ഉണ്ടാക്കാനായിക്കോളിയാ. അടിയ ഇതിനകത്ത് കൊറേ വണ്ടി ഉണ്ട് കേട്ടാ. ദാ നടക്കുന്ന മറ്റേ വണ്ടി. ഹലോ ദേ നടക്കുന്ന മറ്റേത്. ദേ നടക്കുന്നവൻ. നിന്റെ ഗാരേജ് അത്. അതാ പറഞ്ഞ മറ്റേ വണ്ടി ദാ നടക്കുന്നത്. ഇതിനകത്ത് ഇൻസ്റ്റോൾ ചെയ്യാൻ പറ്റുമോ? അത് ലോക്ക് കയറി കണ്ടാ ഇൻസ്റ്റോൾ. ഇനി ഇവിടുന്ന് ലംബറിൽ പോയി ഇത് ഏതോ ഷൊട്ട വണ്ടി കേട്ടാ. ഇതിനകത്ത് വലിയ ലോഡ് വലിക്കൂലെന്ന് തോന്നട്ടെ. ഇത് ലോക്ക് ട്രെയിലർ വെക്കുന്നോ? ട്രെയിലർ വെച്ച് ഇൻസ്റ്റാൾ ചെയ്ത് ലോക്ക് ട്രെയിലർ വെക്ക്. നീ വളവിൽ നിൽപ്പുണ്ട്. റെഡ് ഫ്ലാഗ് പിടിച്ച് UDF കണ്ടാ കൊല്ലും. എന്തൊക്കെ ആൾക്കാരുടെ ചാറ്റിന്. മറ്റേ വണ്ടിയിൽ നോക്കട്ടെ. മറ്റേ വണ്ടിയില് ലോക്ക് ട്രെയിലർ ഹിച്ച് ഇൻസ്റ്റാൾഡ്. ലോക്ക് ട്രെയിലർ ചുമ്മാ നീ തടി കൊണ്ട് നടക്കുവാണ്? അല്ലല്ല മിഷന. ആളിയാ ഇത് സെറ്റ് ആയത്. ഇതിപ്പം അയ്യോ ഫ്രണ്ടില് വേറെന്തോ വണ്ടി. ആളിയാ ഇപ്പൊ മുട്ട വണ്ടിയായതിപ്പോ. വലിയ വണ്ടിയായത്. ഇത് എങ്ങനെ ഓടിക്കും? ഹലോ അയ്യോ സൂപ്പർ. ഇതിപ്പോ നിന്റെ സ്ക്രീൻ നിറഞ്ഞല്ലോ. അളിയാ സ്ക്രീൻ നിറഞ്ഞ്. ഇത് എങ്ങനെ കൊണ്ടുപോകും ഞാൻ? ഈ വണ്ടി ഓടിച്ച് എനിക്ക് എക്സ്പീരിയൻസ് ഇല്ലേ ഇങ്ങനത്തെ വണ്ടി. താങ്ക്യൂടാ. അളിയ ഇത് കൊള്ളാം. പക്ഷെ സാധനം കൊള്ളാം കേട്ടോ. ഇത് കുറച്ച് പാടാണെന്നേ ഉള്ളൂ. എടാ നമുക്ക് റിക്കവറി വണ്ടി ഉണ്ടേ. ഞാൻ അത് എടുത്തോണ്ടങ്ങ് വരും. മനസ്സിലായ? അപ്പൊ വഴി കാണാൻ പഠിച്ചു. അളിയാ നമ്മളിപ്പോ എങ്ങോട്ടാണ് പോണേ? അളിയാ ഈ ഗെയിമിന്റെ പ്രത്യേകത തന്നെ ഇതാണ്. മനസ്സിലായ? നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് വഴി കണ്ടുപിടിച്ച് പോവാ. എന്നാ ചേഞ്ച് കൊടുക്കുന്നുണ്ട് കേട്ടു. $2 ചേഞ്ച്. എത്ര ആയിട്ടാ വേണ്ടത്? $1 ചെയ്താൽ മതിയോ? അളിയാ ഈ മല കയറി പോവാന് ഞാൻ എന്താ ഓടിക്കണേ? പോവാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല അളിയാ. ഉണ്ടിയില്ലാത്ത വണ്ടിയും വഴി അറിയാത്ത ഡ്രൈവറും. എന്തിനു വർത്താനോടാ. താങ്ക് യു സോ മച്ച്. നല്ല വണ്ടിയാ. പക്ഷെ എന്നെക്കാളും വലുത് ഗോകുവിന്റെയാ. അണ്ണാ ഗിയർ പിടിക്കാൻ നിന്റെ ആ ചോദ്യത്തിൽ അത്രയ്ക്ക് ഒരു ഇത് കാണുന്നില്ലേ? ആ നേരെ പോയാ അറിയാ. ഇതാ നേരെ പോയ ലംബറാ. പക്ഷെ ഈ വെള്ളത്തിൽ കൂടെ വണ്ടി പോവോ? ഇത് അടി ഉടക്കി. ഹലോ ഈ വെള്ളത്തിന് കുറച്ച് ഒഴുക്ക് കൂടുതലല്ലേ? നോക്കി കണ്ടോ? ഭയങ്കര സ്പീഡിൽ ഒഴുകുന്നു. ചാട്. പിടിച്ച് വലിക്ക്. തടി പിടിച്ച് വലിക്ക് വെള്ളത്തിൽ. വീണല്ലേ? ഡേഞ്ചറസ് വാട്ടർ ലെവല്. പാട്ടിലാണ് നീ ഞാൻ ഗരാജിൽ വെയിറ്റിംഗ് ആണ്. ഇപ്പൊ വരാം. അളിയ ഇതൊക്കെ നോക്കിയുടെ എന്ത്. ഞാനൊരു എക്സ്പീരിയൻസ് ഡ്രൈവർ ആയതുകൊണ്ടല്ലോ എന്നെ കൊണ്ട് ഇതൊക്കെ ഇത്ര പെട്ടെന്ന് പറ്റണേ. മമ്മി വിളിക്കുന്നു. 1 മിനിറ്റ്. അളിയ ഈ ലംബർ ചെയ്ത് തടി എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നുള്ളൂ അളിയ. ഇല്ലടാ പറ്റത്തില്ലടാ. അവിടെ അത് കാണിക്കൂടാ. കണ്ടാ ഇവിടെ പറ്റും. ആ പറ്റും. കണ്ടാ പറഞ്ഞില്ലേ?
കിൻഡർ ജോയ് ആർക്കാത് മനസ്സിലായി? ദേവൂട്ടനാ എനിക്ക് 3 മുട്ട പപ്സും ഒരു കിൻഡർ ജോയ് കൂടെ. സത്യമായിട്ടും ദേവൂട്ടന് വേണ്ടിട്ടാ കിൻഡർ ജോയ്. യുഡിഎഫിന്റെ ഓഫീസിൽ വിട്ടാ മതി. എടാ എന്നെ കൊണ്ടുപോകടാ എന്നെ. അടുത്ത വന്ന ആള് നീഡ് ടു ഇൻസ്റ്റാൾ ലോ കാരിയേജ് ഓർ ലോ ക്രെയിൻ കാരിയേജ്. എടാ നിന്റെ എന്തുവാടാ ഈ ഇങ്ങനെ ഇരിക്കുന്നേ പരന്ന പെൻസിൽ പോലെ? അവന്റെ റെസൊല്യൂഷൻ അതാ. ഈ റെസൊല്യൂഷനാണ് നീ കളിക്കുന്നേ? യുവർ ട്രക്ക് കാൺ ക്യാരി ദിസ് ലോഡ്. കഴിച്ചായിരുന്നോടാ? കഴിച്ചളിയാ. എടാ ഈ 3 ലോഡ് തന്നെ കേറ്റാനാണെങ്കിൽ നമുക്ക് മറ്റേ വണ്ടി എടുത്തോണ്ട് വന്നാ പോരായിരുന്നു. ഇതേതാടാ ഗെയിം? തള്ളിക്കൊണ്ട് വന്നാ പറ്റുള്ളൂ പറഞ്ഞാ മട്രെണ്ണം. ഇത് മറ്റേ സ്നോ റണ്ണറിന്റെ അവരുടെ ആദ്യത്തെ ഗെയിം. ഇന്നലെ ഞാൻ കിലോ എടുത്ത് വെച്ചപ്പോ കിലോ പറഞ്ഞു വിജയ്ക്ക് ഒരു ചാൻസും ഇല്ല എന്നൊക്കെയാണ് കിലോ പറഞ്ഞതാട്ടെ. ഇന്ന് കണ്ടിട്ടില്ല. നേരും ഡിപ്രഷനിലുണ്ടാണ്. എടാ വിജയ് ഇപ്പൊ കോൺഗ്രസുമായിട്ട് അലയൻസ് പിടിച്ചവിടെ CM ആവും. നിന്റെ സായിപ്പന്മാരെ മോക്കിന്ന് ലൈവ് ഉണ്ടേടാ. മറ്റേ സ്റ്റീവ് വരാൻ വേണ്ടി കാത്തിരിക്കേ. എടാ ഇത് കളിക്കാൻ ഭയങ്കര പാടാണോടാ? ജോഗി എന്നെ പോലെ എക്സ്പീരിയൻസ് ഡ്രൈവറിന് ഇത് ഈസിയാണ്, അല്ലാത്തവർക്ക് ഇത് ഭയങ്കര പാടായിരിക്കും. തട്ടിട്ടൊന്ന് ലെഫ്റ്റിലോട്ട് പോയാ അവ ലെഫ്റ്റിലോട്ട് അങ്ങ് പൊയ്ക്കോണ്ടൊക്കെ ഇരിക്കും. ചെളി തട്ടി റൈറ്റിലോട്ട് പോയാ അവ റൈറ്റിലോട്ട് അങ്ങ് പൊയ്ക്കോണ്ടൊക്കെ ഇരിക്കും. ഓളത്തിലങ്ങ് പോവാ. നീ തന്നെ അളിയാ വണ്ടി എവിടെയെങ്കിലും തട്ടിയോ എവിടെങ്കിലും ഈ തടി ഒന്ന് മറിഞ്ഞോ? എടാ ഇത്ര റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരാളായി പിന്നെ എവിടെ കിട്ടും? അതെ അതെ. നാളെ തൊട്ട് ലൈവ് ഇല്ലേ? ആളിയാ ഉറങ്ങിയായിരുന്നോ നല്ലൊരു രാത്രി? ആളിയാ എന്തുപറ്റി? കൂടുതൽ പോലീസ് നാളെ സ്റ്റേഷനിൽ 9 മണിക്ക് എത്തണം. ചന്ദനക്കാലത്ത് കേസ്. രാവിലെ 7:30 ഉണ്ടാവും അവിടെ. താങ്ക് യു സോ മച്ച് ഫോർ 40 റുപ്പീസ് സൂപ്പർ ചാറ്റ്. കറണ്ട് ഉണ്ടോടാ അവിടെ? ഇവിടെ കറണ്ട് പോവില്ല അളിയാ. അരെ അവിടെ നീ വന്നതിന് ശേഷം ഇതുവരെ കറണ്ട് പോയിട്ടില്ല. അവിടുത്തെ ഇലക്ട്രിസിറ്റി ഞാൻ ഇപ്പൊ 2.25 വർഷം ഇവിടെ ഉണ്ടായിരുന്നു. ഇതുവരെ ഒരു 5 മിനിറ്റ് അത്ര ഒരു ദിവസം 5 മിനിറ്റ് കറണ്ട് പോയി. അല്ലാണ്ട് ഇന്നവരെ പക്ഷെ ഇവിടെ കറണ്ട് പോയാലും നമ്മള് മൾട്ടിപ്ലെയർ കളിക്കാൻ കൂട്ടുവോ? ജോൺസിനോ ബ്രോ താങ്ക് യു സോ മച്ച് 40 റുപ്പീസ്. മൾട്ടിപ്ലെയർ ഞങ്ങൾ കളിക്കുക ഒരു ദിവസം. ഞങ്ങളിത് ചുമ്മാ ഇതെല്ലാം ഒന്ന് ടെസ്റ്റ് ചെയ്യാം. ഞാൻ ഇതിലോട്ടൊന്ന് അഡാപ്റ്റീവ് ആയി വരുന്നതേ ഉള്ളൂ. എന്നാ ടിവിക്ക് നിങ്ങളെ ഒരു മിനിറ്റടാ ഒരു കാര്യം പറഞ്ഞോ. നിങ്ങൾ ഈ ചാറ്റിനകത്തൊന്നും സീരിയസ് ആയിട്ട് എടുക്കല്ലേ? അയ്യോ ഇത് ഗോകു സ്നഗ്ഗിയൊന്നും മാറ്റാനൊന്നും പോയിട്ടൊന്നുമില്ല. അത് കേട്ടാലേ അറിയാം കേട്ടോ. പറഞ്ഞു പറയുന്നതാണത്. അത് കേട്ടാ തന്നെ അറിയാമേ. ഭയങ്കര നാച്ചുറൽ. നീ വാട്സാപ്പ് മെസ്സേജ് ഇട്ടും കേട്ടാ. പിന്നെ 20 റുപ്പീസ് സൂപ്പർ ചാറ്റ്. എടാ സ്റ്റീവ് എന്നെ പറഞ്ഞു പറ്റിച്ചടാ. ഒരു മഴയൊക്കെ ഇടളിയാ. മഴയൊക്കെ ഓട്ടോമാറ്റിക് പറ്റൂടാ. മഴയൊക്കെ വരും ഓട്ടോമാറ്റിക്. അറിയത്തില്ലല്ലേ ഇടാൻ? ഇല്ല മനസ്സിലായി. മമ്മി പപ്സ് മേടിച്ചോണ്ട് വരും. മുതലാളി ചായ കുടിക്കാൻ ചേട്ടി 1 മിനിറ്റ് ഇതാവരുത്. വെച്ചിട്ട് തന്നേരം അതൊന്നും ഇല്ല. കഴിക്കോളൂ. അതെ നമ്മളൊക്കെ എത്ര കണ്ടതാ. മഞ്ഞപ്പൊടി എടുത്ത് കഴിക്കുന്നത്. ഇന്നെന്റെ ബ്രോഡ്കാസ്റ്റ് ചാനൽ അങ്ങ് വൈറലായി പോയി. എന്തുവാടാ എല്ലാം അറിയണോ എനിക്ക്? പിന്നെ ഇത് കുഴക്കണ നീ നമ്മളെ MRC ഓർഡർ ഒന്നും അല്ലേ? ലോഡ് വന്നില്ലേ സീനില്ല. നീങ്ങുവാ
എന്തൊക്കെ തന്നെ ആൾക്കാർ എന്റെ ചാറ്റിൽ വരുന്നത് സൂപ്പർ ചാറ്റ് ആയിട്ട്. അത് പൈസ തന്ന അപരാധം പറയാന്ന് പറഞ്ഞ ചെറിയ സൂക്കേടാണ് പറയാനും പറ്റൂല. കളിയെ മിക്കവാറും ഇതിപ്പോ ഈ ട്രെയിലർ ഒടിഞ്ഞ് രണ്ടായിട്ട് പോവേ. അല്ല നമുക്ക് വേറെ എന്തോ സാധനം ഇൻസ്റ്റാൾ ചെയ്യാൻ പറഞ്ഞല്ലോ. എന്തായിരുന്നു കളിയാ ഇൻസ്റ്റാൾ ചെയ്യണ്ടേ? എനിക്കറിയത്തില്ലേ, നീ വലിയ പണി എടുക്കുന്നത്, നീ നോക്ക്. അളിയ വലിയ ലോഡാക്കാൻ നമുക്ക് ഇതിനകത്ത് ഒരൊറ്റ റൗണ്ടിൽ ഇഷ്ടം പോലെ തടി കൊണ്ടുവരണം. അതിന് എന്ത് ചെയ്യാൻ പറ്റും? അതിന് പണി അറിയാവുന്നൊരുള്ളി. ഷോർട്ട് ട്രെയിലർ അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് മീഡിയം ട്രെയിലർ ഇടാൻ. എവിടെ എത്തിയേ? മീഡിയം ലോഗ് ക്യാരി ചെയ്യാൻ പറ്റുമോ? എന്താ 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 പറഞ്ഞേ? ഷോർട്ട് ട്രെയിലർ മാറ്റിയിട്ട് മീഡിയം ട്രെയിലർ ഇടാൻ. അപ്പൊ നിനക്കറിയാം, ഷോർട്ട് ട്രെയിലർ മാറ്റിയിട്ട് മീഡിയം ട്രെയിലർ ഇടാനോ? ട്രെയിലർ ഇടാൻ എന്താ സിനിമയോ? തായ്ലൻഡിൽ അമ്മയ്ക്ക് മസാജ് ചെയ്യാൻ പോയിട്ട് ആ പെണ്ണുമ്പളെ പിടിച്ച് അവിടെ നിൽക്കിപ്പം ആ പെണ്ണുമ്പളെ ചിരിച്ച് ചിരി എടുത്തോണ്ട് വരല്ലേ? ഈകളെ ഇപ്പൊ ഒരു തമാശ ഇവന് ജോഗി പറ്റണില്ല. സത്യം ഓൾഡായി, ഭയങ്കര പ്രായമായതിന്റെ. എടാ ഞാൻ കാര്യം പറഞ്ഞില്ലടാ, നമ്മളെ കൗണ്ടർ പറയാൻ പിടിച്ചു നിൽക്കാൻ പറ്റാതെ F8 അടിച്ചുകൊണ്ട് ഗറിയടൊന്നും എനിക്കുണ്ടായിട്ടില്ല. വണ്ടി ഉടക്കി നീ എന്താ കമ്പ് വെച്ചിട്ടാണ് പറയുന്നത്? വണ്ടി ഉടക്കി കളിയാതാ എങ്ങനെയൊക്കെയോ വണ്ടി ഉടക്കിയെങ്കിൽ ഞാൻ വന്ന് സോൾവ് ചെയ്ത് തരാടാ. തിരിച്ചുടക്കളിയാ, വിട്ടുകൊടുക്കല്ലേ. നീ ഉടക്കടയാ, നീ ഉടക്കടാ. നീ ഉടക്ക്, ഞാൻ അതാ വരുന്നു. നീ എന്താ മരത്തിനെ കളിക്കുന്നോ? കളിപ്പാട്ടോ? ഇവന് കളിപ്പാട്ടം ഇഷ്ടാ. കേറി നല്ല കയറ്റം. അവിടെ ഒരു കൊച്ചുമരം ആണ്ട ഫ്രണ്ട് ഇരിക്കുന്നു. ഇത്ര പെട്ടെന്നു അളിയ അത് പറഞ്ഞു പോണെങ്കിൽ പറഞ്ഞു പോട്ടെ. വേറെ വഴിയില്ലേ എനിക്ക്, വേറെ വഴിയില്ലേ. പറഞ്ഞു പോണേ പറഞ്ഞു പോട്ടെ. ഇതിനി ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് നേരത്തെ ഇവൻ പറഞ്ഞിട്ടല്ലോ ഞാൻ എവിടെയെങ്കിലും ഇടിച്ചോ ഇല്ലയോ എന്നുള്ളത്, അത് കട്ട് ചെയ്ത് റിലീസ് ചെയ്യണേ ഗൈസ്. എടാ അതൊക്കെ എന്താടാ ഇത് അബദ്ധം പറ്റിയല്ലേ കളിയാ? അതാ ഞാൻ പറഞ്ഞത്, ഒരു ചെളി അങ്ങോട്ടങ്ങ് ലെഫ്റ്റോട്ട് പോയാൽ നീ ലെഫ്റ്റോട്ട് അങ്ങ് പൊയ്ക്കൊണ്ടായിരിക്കും. പോടാ, ഇത് നീ വന്നിടത്തല്ലേ വീണ്ടും വന്നാ. ഇത് എന്ത് ചെയ്യുള്ളൂ ഈ വണ്ടി എങ്ങനെ റിവേഴ്സ് എടുക്കുന്നത്? അളിയെ പിന്നെ ഈ രണ്ട് കാര്യമായില്ലേ, തടിയും കൊണ്ടോ ആ ടയറിൽ മൊത്തം മണ്ണും ഉണ്ട്, മണ്ണും പിടിക്കാൻ. ആ ടയറിൽ കിടക്കുന്ന മണ്ണ് നോക്കി അളിയ, അവിടെ ഒരു മരത്തിക്കുനി ഇരിക്കുക നീ എന്റെ സാമാനം എന്നിട്ടങ്ങ് റിവേഴ്സ് അടിക്കുവാ. അളിയ ഇത് എങ്ങനെ എടുക്കൂടാ ഇവിടുന്ന്? മരവോടിന്ന് വരും. ബാബുമാമനെ വിളി, ബാബുമാമനെ വിളി. അപ്പോഴേ പറഞ്ഞു അവിടെ കന്ന വണ്ടി എടുത്തോണ്ട് പോയല്ലോ. ഇത് എന്ത് ചെയ്യും? ഫ്യൂവൽ ഇല്ലടാ ഇതിനകത്ത്. ഷാജിമാമനെ വിളി, നേരത്തെ വന്ന ഷാജിമാമനെ. അളിയ ഇനി ഒരൊറ്റ വഴിയേ ഉള്ളൂ. വണ്ടി ഇറങ്ങി വന്നു. ഇത് നോക്കിക്കോണേ, നീ ഇത് നോക്കിക്കോണേ. ഇനി വീണ്ടും ലൂപ്പ് നമ്മൾ ലൂപ്പിലാണ്. ഓടിച്ച് മരത്തിനിടയ്ക്കോട്ട് വരുന്നത് വീണ്ടും. ജോക്കി അത് പോത്തില്ലല്ലാതെ ജോക്കിക്ക് അറിയാത്തോട്ടെ. ഇത് നോക്കിക്കോ ജോക്കി, ഇത് കണ്ടോണേ മോനെ. ഇപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞ നമുക്ക് കളിക്കാൻ പറ്റത്തോണ്ട് നമുക്ക് അറിഞ്ഞൂടാത്തൊന്ന് പറഞ്ഞാൽ പോലെ. ഇത് നോക്കിക്കോ, ഇപ്പൊ വണ്ടിയൊക്കെ ഇറങ്ങും അവിടുന്ന്. അന്തരം നിന്റെ മറ്റേ സാധനം പിണങ്ങി പോയാ പിണങ്ങാ എന്തോടാ? അത് കാമുകി അവന്റെ. എന്താ വണ്ടിയുടെ സീറിങ് ഒടിഞ്ഞോണ്ടേ ഇരിക്കുന്നു. ഹലോ എല്ലാരും എണിച്ചിന്ന് ക്ലാപ്പടി, എല്ലാരും എണിച്ചിന്ന് ക്ലാപ്പടി. പമ്പരം പോലെ കറങ്ങണം. ഹലോ കറങ്ങുന്നു, പമ്പരം പോലെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന സ്റ്റീറിങ്. എടാ ഗോകു, ഇവിടുന്ന് എങ്ങോട്ടാണ് ഗറാജ്? നിന്റെ ഒരു ഇതില് എങ്ങോട്ട് പോണം? റൈറ്റ് സൈഡ്.
റൈറ്റല്ല ലെഫ്റ്റിലാ ജോക്കി ഗരാജ്. അയ്യേ ചമ്മി ചമ്മി ചമ്മി. റൈറ്റല്ലേ ഓടിച്ചാ നീ? അല്ല ലെഫ്റ്റ് ഓടിച്ചല്ലോ. ആ ഇവിടുന്ന് ലെഫ്റ്റ് അടി, റോഡ് കയറാനേ ഞാൻ പറഞ്ഞോളൂ. വാവ്. ട്രെയിലർ ഹിച്ച് അൺഇൻസ്റ്റാൾ ചെയ്യ്, ഇതില് എന്നിട്ട് petrol ഒന്നും ലോഗ് ഒഴിക്കണ്ട. കാരിയർ ഇൻസ്റ്റാൾ ചെയ്യ്. പെട്രോൾ ലോഗ് കാരിയർ ഇൻസ്റ്റാൾ ചെയ്യാം. അയ്യോ ജോക്കി ഗരാജ് ഇവിടെ ലെഫ്റ്റിൽ എവിടെ ആണ് ജോക്കി? മാപ്പ് നോക്കടാ ജോക്കി. ഇതിന്റെ മാപ്പ് ഒരു വൃത്തികെട്ട മാപ്പാ, ഒരു വിയേർഡ് മാപ്പാ ഇതിന്റെ. നമ്മൾ വന്നെടുത്ത് എവിടെ തന്നെയല്ലോ ഗരാജ് ഉള്ളത്, മുമ്പേ അവിടെ അല്ലേ നമ്മൾ കയറ്റിയത്. ശരിക്കും ജീവിതത്തിൽ ഓടിക്കുന്നവരെ സമ്മതിക്കണമല്ലേ? അയ്യോ സത്യം ഫ്യൂവലില്ല കേട്ടാ. അയ്യോ ഫ്യൂവലില്ല. ഓ മരത്തിനെ പണിയിട്ട് ദാ പോയി കല്ലിനെ പണിന്നു. എന്താണ് എന്തൊരു അസംസ്കൃത ഭാഷ അടക്കും. സത്യം സത്യം സത്യം. എന്നാ പ്ലക്കി. ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങളുടെ അടുത്ത്. ഞാനിപ്പോ ഒരു മാജിക് കാണിക്കാൻ പോവാണേ. കന്നഡ കന്നഡ കന്നഡ. ഗരാജിലെത്തി. കരിയർ ലോഗ് ഇടാൻ. കാരിയർ ലോഗ്, കരിയർ ലോഗ് എന്ന് കാരിയർ ലോഗ്. അളിയ ഇതായിരുന്നു ഗരാജ്, മനസ്സിലായ? ചുമ്മാ ഇരുന്ന് കാര്യം അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. ആ ഏത് ലോകം ഇടേണ്ടത്? കാരിയർ. അങ്ങനെ ഒരു ലോഗ് ഇല്ല. ലോഗ് ക്യാരി ഇത് മാത്രമേ ഉള്ളൂ അതിനകത്ത്. യൂട്ടിലിറ്റി ട്രെയിലർ ഇല്ല, മീഡിയം ലോക്ക് ട്രെയിലർ. ആ മീഡിയം ഇടാൻ പറഞ്ഞു നേരത്തെ അല്ലല്ലയാ. അതോ മീഡിയം ആണ് ഇടണ്ടേ? ഓക്കേ മീഡിയം ട്രെയിലർ ഇട്ടാ മീഡിയം എന്നാ മീഡിയം ഇടാം. ദുബായിൽ അലർട്ട് വന്നു. ഓടാ വീണ്ടും. ഇത് കഴിഞ്ഞില്ലേ ഇത്? റെഗുലർ അതാണോ മെസ്സേജ്? ശരി പോയോ? പൊസിഷൻ യുവർ ട്രക്ക് പ്രോപ്പർലി. ട്രക്കിന്റെ പൊസിഷൻ വരെ ഞാൻ ഇനി GPS ആണോടാ? ഇതിന്റെ മൊബൈൽ വെർഷൻ ഉണ്ടല്ലോ, സെയിം ഗ്രാഫിക്സ്. മീഡിയം ലോഗ് ട്രെയിലർ. ഇതും കൊണ്ട് എങ്ങനെ ഒരു വണ്ടി കൊണ്ടുപോകും മനുഷ്യൻ? ഹലോ അളിയാ, നിനക്കൊരു കാര്യം മനസ്സിലായ? അതാരോ എന്താ പറഞ്ഞേ? ഇതിന്റെ മൊബൈൽ വെർഷൻ ഉണ്ടല്ലോ, സെയിം ഗ്രാഫിക്സ്. റിസൻഡ്രോ താങ്ക് യു സോ മച്ച്. 100 ഉണ്ടോ മൊബൈൽ വെർഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ കളിച്ചു നോക്കുക കേട്ടോ. ഇത് കുറച്ച് കിടിലമാണ്. കീബോർഡ് കളിക്കാൻ പറ്റൂടാ? കീബോർഡ് കളിക്കാൻ നോക്കി. 620 രൂപയാന്ന്. അയ്യോ 620 രൂപയോ? നമുക്ക് ഒരു ലോഡ് കൂടെ എടുക്കാം. ഒരു ലോഡ് കൂടെ അങ്ങ് കൊണ്ട് കൊടുക്കാം. പെയ്ഡാണെണ്ണ? അയ്യോ അതെനിക്ക് അറിഞ്ഞൂടാ. പെയ്ഡാണെന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. ഇതിന്റെ ക്യാമറ ആംഗിൾ ഒന്ന് നമുക്ക് എവിടെയാണ് പോകേണ്ടത്? ഈ ലോക്ക് സ്റ്റിക്ക്. പക്ഷെ ഫ്യൂവൽ ഇല്ല ഇതിനകത്ത്. ഈ പുതിയ വണ്ടി കിട്ടിയിട്ട് എന്താ ഫ്യൂവൽ ഇല്ലാത്ത? അതാണ് എന്റെ ചോദ്യം. അണ്ണാ കുറച്ച് ചക്കയുണ്ട്, ഓഫീസിൽ കൊടുക്കാൻ പറ്റുമോ? ഇല്ലില്ല, ഇന്ന് ഈ ഇലക്ഷന്റെ ചൂട് കഴിയുന്നവരെ ചക്ക ലോഡ് എടുക്കണമല്ല. എൻ്റെ ദൈവം, ഈ മനുഷ്യൻ ഫുഡ് കഴിക്കാതെ അവിടെ പോയി. വാസുവിൻ്റെ ഭാര്യ, അയ്യോ എന്തൊരു സ്നേഹം. എൻ്റെ പെണ്ണുമുള്ള പോലെ ചോദിച്ചിട്ടില്ല എൻ്റെ അടുത്ത്. അത് സ്റ്റീവ് ഉണ്ട് എടാ, അവൻ വരുമെന്നാണ് എന്നോട് പറഞ്ഞത്. അവൻ ഉറങ്ങിപ്പോയത്. ഫ്യൂൽ പമ്പ് ഉണ്ട്. ഫ്യൂൽ സ്റ്റേഷൻ ഉണ്ട്. ഫ്യൂൽ സ്റ്റേഷൻ ഉണ്ട്. എന്ത് ഓടിക്കാൻ. ഞാൻ ഓരോ ദിവസം ഞാൻ ഓരോ ഗെയിം ആയിരിക്കും വരുന്നത്. ഇപ്പൊ ട്രക്ക് സിമുലേറ്റർ വരുന്ന ദിവസം ഞാൻ ട്രക്ക് സിമുലേറ്റർ മാത്രമായിട്ട് വരുന്നത്. ഇന്നിപ്പം ഇത് മാത്രമായിട്ട് ഞാൻ കളിക്കണം. ഓരോ ഗെയിം ആയിരിക്കും ഞാൻ കളിക്കണത്. ഞാനിനി F1 ഇപ്പം ഞാൻ ഗ്രൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുക.
ഒന്ന് ഓടിച്ച് സെറ്റ് ആയതിനു ശേഷം വരാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് കാരണം 25 ലാപ്പൊക്കെയാണ് ഒരു ഗെയിം എന്ന് പറയണത്. അത് 17, 15, 20 ഒക്കെ എന്ന് വെച്ചാൽ ഞാനിങ്ങനെ ഏറ്റവും പുറകെ ബോട്ടിനെ പോലെ പോണത് കണ്ടോണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞാൻ കുറച്ച് ഓടിച്ച് പഠിച്ചിട്ട് വരാം. F1 ഞാൻ മേടിച്ചു ഓൾറെഡി. ഞാൻ ഇപ്പൊ ഗ്രൈൻഡ് ചെയ്ത് തുടങ്ങി. സ്റ്റിയറിംഗ് ഏത് കമ്പനി അളിയാ? ഏത് മോശ പ്ലേ സ്റ്റോറിലുണ്ട് മഡ് റണ്ണർ, ബട്ട് പെയ്ഡ് ആണ് 620 രൂപ. റിസ്വാൻ ബ്രോ താങ്ക് യു സോ മച്ച്. 100 ബ്രോ ആണല്ലേ. ഏത് മോശയാ? കൊള്ളാമോ? നീ മേടിക്കാനാണോ? അല്ല നീ ഉപയോഗിച്ചിട്ട് ഭയങ്കര റേറ്റ് ആടാ. ഇതില്ലോടാ വേറെ ലെവലാടാ, പറയാതിരിക്കാൻ വഴിയത്. ട്രക്കിന്റെ സ്റ്റിയറിംഗ് ഒന്നും എടുക്കണമെന്നില്ല അളിയാ. നീ നോർമൽ ഒരു സ്റ്റിയറിംഗും നല്ലൊരു ഷിഫ്റ്റർ എടുക്കണം. ആ അളിയ എന്ത് കിടിലോന്നറിയോ എന്റെ അമ്മോ. അളിയ അടിപൊളിയാ എന്റെ അമ്മോ. എടാ ഇതിന് സത്യം പറഞ്ഞ ഇത് വിലക്കുറവാ. വില ഒട്ട് ജോക്കി വിലയൊന്നും ഇല്ല. കാര്യം പറയുകയാണെങ്കിൽ ഭയങ്കര വിലയാ. കൊടുക്കുന്ന വിലക്കുള്ള സാധനം ഉണ്ട് അതല്ലേ. ഓ അളിയാ മേടിക്കട്ടാ പറഞ്ഞാണ്ടല്ലോ ഞാൻ എന്റെ 10ഓളം ഫ്രണ്ട്സിന് ഓൾറെഡി റെക്കമെൻഡ് ചെയ്ത്. ഓ താങ്ക് യു ജോക്കി, താങ്ക് യു സോ മച്ച്. മോശം വാങ്ങിക്കൂ വണ്ടി ഓടിക്കൂ എന്ന് പറയുന്നൊരു സ്കീമാണ്. ജോക്കി ഇത്രയും പ്രൊഫഷണൽ നോക്ക്. ജോക്കി ഞാൻ ശരിക്കും ഒരു ട്രക്ക് ഓടിക്കുന്ന പോലല്ലേ എന്റെ വീലൊക്കെ നോക്ക്. അളിയാ വീട്ടിൽ മുളകിരിപ്പുണ്ടോ അളിയാ? എല്ലാരും ആഡ് സ്കിപ്പ് ചെയ്യുന്നതാണ് പറഞ്ഞേ. എടാ നോക്കൂ, എന്താ മുട്ടയും സവാളയും മുളകും ഇരിപ്പുണ്ടോ? എല്ലാം ഇരിപ്പുണ്ട്. ഉപ്പോ ഉണ്ട്. എന്നാ പോയി ഓംലെറ്റ് അടിച്ചിട്ടാണ് മൈരേ. പണ്ട് ബാലരമയിലായിരുന്നു. ഞാൻ പൊട്ടറ്റോ പട്ട് കഴിച്ചു. പൊട്ടറ്റോ ബാലരമല്ല കോമഡി സ്റ്റാർസ്. ഓ രണ്ടാമത്തെ ഗിയറിലൊന്ന് പോകൂലി വണ്ടി. അത് ഗിയറല്ല അല്ലിയാ. എന്താടാ? അല്ല ഒന്നില്ല. ഞാൻ ഈ വണ്ടിയുടെ നല്ല തമാശ അടിക്കാൻ വന്നേട്ടോ വന്നില്ല. വായി നാക്കുടക്കി. ഇല്ല